ओम नमो भगवते वासुदेवाय धन्वन्तरये अमृतकलशहस्ताय सर्वामय विनाशनाय त्रैलोक्यनाथाय श्रीमहाविष्णवे नमः। अस्मिन् परात्मन्ननुपात्मकल्पे त्वमित्थमुत्थापितपद्मयोनिः अनन्तभूमामरोगराशिं निरुन्ति वातालयवासविष्णु। ओम नमो भगवते वासुदेवाय। ओम Shri Krishna Paramatmane Namaha. Today we are going to read the 6th to 10th sloka in the 64th Dashakam of Sriman Narayaniyam. 64th Dashakam of Sriman Narayaniyam. 6th to 10th sloka. Kadajidandaryamunam prabhade snayan pita varuna purushena purushena. Kadajidandaryamunam prabhade snayan pita varuna purushena. Nidastamanedu magapurim tvam tavarunim karanamartyarupaha. Kadajidandaryamunam prabhade snayan pita varuna purushena. Nidastamanedu magapurim tvam tavarunim karanamartyarupaha. Kadajidandaryamunam prabhade snayan pita varuna purushena നീതസ്തമാനേതു മഹാപുരീത്വം താമാരുണീം കാരണമർത്യരൂപഃ. ഒരു ദിവസം അതിരാവിലെ യമുനാ നദിയിൽ സ്നാനം ചെയ്തു കൊണ്ടിരുന്ന പിതാവ് വരുണന്റെ ദൂതനാൽ പിടിച്ചു കൊണ്ടപ്പെട്ടു. ഒരു ദിവസം അതിരാവിലെ യമുനാ നദിയിൽ സ്നാനം ചെയ്തു കൊണ്ടിരുന്ന പിതാവ് നന്ദഗോപർ വരുണന്റെ ദൂതനാൽ പിടിച്ചു കൊണ്ടുപോകപ്പെട്ടു. കാരണമനുഷ്യരൂപനായ നിന്തിരുവടി അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിനായി ആ വരുണലോകത്തിലേക്ക് ചെന്നു. ഒരു ദിവസം അതിരാവിലെ യമുനാ നദിയിൽ സ്നാനം ചെയ്തുകൊണ്ടിരുന്ന പിതാവ് വരുണന്റെ ദൂതനാൽ പിടിച്ചു പോകപ്പെട്ടു. കാരണമനുഷ്യരൂപനായ നിന്തിരുവടി അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുന്നതിനായി ആ വരുണലോകത്തിലേക്ക് ചെന്നു. സംസംഭ്രമം തേന ജലാധിപേന പ്രബൂദിതസ്ത്വം പ്രതിഗൃഹ്യതാദം ഉപാഗതത്തക്ഷണമാത്മഗേഹം പിതാവദത്തച്ചരിതം നിജേഭ്യഃ. തം സംഭ്രമം തേന ജലാധിപേന പ്രബൂദിതസ്ത്വം പ്രതിഗൃഹ്യതാദം ഉപാഗതത്തക്ഷണമാത്മഗേഹം പിതാവദത്തച്ചരിതം നിജേഭ്യ. സംസംഭ്രമം തേന ജലാധിപേന പ്രബൂദിതസ്ത്വം പ്രതിഗൃഹ്യതാദം ഉപാഗതത്തക്ഷണം ആത്മഗേഹം പിതാവദത്തച്ചരിതം നിജേഭ്യ. ആ വരുണനാൽ പരിഭ്രമത്തോടുകൂടി വിധി പോലെ പൂജിക്കപ്പെട്ടവനായ നിന്തിരുവടി ഒട്ടും തന്നെ താമസിയാതെ അച്ഛനെയും കൂട്ടിക്കൊണ്ട് അമ്പാടിയിലേക്ക് മടങ്ങി വന്നു. അച്ഛൻ ആ വർത്തമാനമെല്ലാം തൻ്റെ ബന്ധുക്കളോടായി പറഞ്ഞറിയിച്ചു. ആ വരുണനാൽ പരിഭ്രമത്തോടുകൂടി വിധി പോലെ പൂജിക്കപ്പെട്ടവനായ നിന്തിരുവടി ഒട്ടും തന്നെ താമസിയാതെ അച്ഛനെയും കൂട്ടിക്കൊണ്ട് അമ്പാടിയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. അച്ഛൻ ആ വർത്തമാനമെല്ലാം തൻ്റെ ബന്ധുക്കളോടായി പറഞ്ഞറിയിക്കുകയും ചെയ്തു. ഹരിംബിനിച്ചിത്യ ഭവന്തമേതാൻ ഭവത്പദാലോകനബദ്ധതൃഷ്ണാൻ നിരീക്ഷ വിഷ്ണോ പരമം പദം തത് ദുരാപമന്യൈ ത്വമദീദൃശസ്ഥാൻ. ഹരിംബിനിച്ചിത്യ ഭവന്തമേതാൻ ഭവത്പദാലോകനബദ്ധതൃഷ്ണാൻ നിരീക്ഷ വിഷ്ണോ പരമം പദം തത് ദുരാപമന്യൈ ത്വമദീദൃശസ്ഥാൻ. ഹരിം വിനീക്ഷിത്യ ഭവന്തമേതാൻ ഭവത്പദാലോകനബദ്ധാതൃഷ്ണാൻ നിരീക്ഷ വിഷ്ണോഃ പരമം പദം തത് ദുരാപമന്യേ ത്വമദീശദൃഷ്ടാൻ. കൃഷ്ണ, ഇവരെ നിന്തിരുവടിയുടെ സാക്ഷാൽ മഹാവിഷ്ണുവാണെന്ന് തീർച്ചയാക്കി അങ്ങയുടെ വാസസ്ഥലമായ വൈകുണ്ഠത്തെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ കണ്ടിട്ട് നിന്തിരുവടി മറ്റാരാലും പ്രാപിക്കപ്പെടുവാൻ കഴിയാത്തതായ വിശിഷ്ട സ്ഥാനത്തെ അവർക്ക് കാണിച്ചു കൊടുത്തു. കൃഷ്ണ, ഇവരെ നിന്തിരുവടിയെ സാക്ഷാത് മഹാവിഷ്ണുവാണെന്ന് തീർച്ചയാക്കി അങ്ങയുടെ വാസസ്ഥാനമായ വൈകുണ്ഠത്തെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരായി കണ്ടിട്ട് നിന്തിരുവടി മറ്റാരാലും പ്രാപിക്കപ്പെടുവാൻ കഴിയാത്തതായ ആ വിശിഷ്ട സ്ഥാനത്തെ അവർക്ക് കാണിച്ചു കൊടുത്തു. രണ്ടാമത്തെ ശ്ലോകം. സ്ഫുരത് പരാനന്ദ സപ്രവാഹ പ്രപൂർണ കൈവല്യ മഹാപയൗധൗ ചിരന്നിമഗ്ന ഖലു ഗോപസംഗാഃ
त्वयैव भूमन् पुनरुद्धृतास्ते स्फुरत्परानन्दसप्रवाह प्रपूर्णकैवल्यमहापयोधौ चिरन्निमग्नघलगोपसङ्गाः त्वयैव भूमन् पुनरुद्धृतास्ते स्फुरत्परानन्दसप्रवाह प्रपूर्णकैवल्यमहापयोधौ ചിരന്യമഗ്രഹ ഗലുഗോപസംഘാഹ ത്വയൈവ ഭൂമൻ പുനരുദ്ധൃതാസ്തേ. സർവേശ്വര, ആ ഗോപസമൂഹം പരമാനന്ദരസ പ്രവാഹം കൊണ്ട് പരിപൂർണമായ കൈവല്യമാകുന്ന മഹാസമുദ്രത്തിൽ വളരെ നേരം മുഴുകിയിട്ട് പിന്നീട് നീന്തലിവടിയാൽ തന്നെയാണല്ലോ കരയ്ക്ക് കയറ്റപ്പെട്ടത്. സർവേശ്വര, ആ ഗോപസമൂഹം പരമാനന്ദരസ പ്രവാഹം കൊണ്ട് പരിപൂർണമായ കൈവല്യമാകുന്ന മഹാസമുദ്രത്തിൽ വളരെ നേരം മുഴുകിയിട്ട് പിന്നീട് നീന്തലിവടിയാൽ തന്നെയാണല്ലോ കരയ്ക്ക് കയറ്റപ്പെട്ടത്. 10ാമത്തെ ശ്ലോകം. കരബദരവദേവൻ ദേവകത്രാവതാരേ പരപദമനവാപ്യം ദർശിതം ഭക്തിഭാജാം. കരബദരവദേവം ദേവകത്രാവതാരേ പരപദനമവാപ്യം ദർശിതം ഭക്തിഭാജാം. തദിഹ പശുപരിശിത്വാം ഹി സാക്ഷാത് പരാത്മാ പവനപുരനിവാസീൻ പാഹി മാം അവേഭ്യഃ. കരഭദരവാവദേവം ദേവകത്രാവതാരേ കരഭരവദേവം ദേവകുത്രാവതാരേ കരഭദരവദേവം ദേവകുത്രാവതാരേ പരപദനമവാപ്യം ദർശിത ഭക്തിഭാജാം. സദിഹ പശുപരുചി ത്വാം സാക്ഷാത് പരമാത്മാ പവനപുരനിവാസീൻ പാഹി മാം അയേഭ്യഃ. കരഭദരവദേവം ദേവകുത്രാവതാരേ പരപദനമവാപ്യം ദർശിതം ഭക്തിഭാജാം. തദിഹ പശുപരിധി ത്വാം ഹി സാക്ഷാത് പരമാത്മാ. തദിഹ പശുപരിധി ത്വാം ഹി സാക്ഷാത് പരമാത്മാ പവനപുരനിവാസീൻ പാഹി മാം അവയേഭ്യഃ. പ്രകാശസ്വരൂപ, ആർക്കും എളുപ്പത്തിൽ പ്രാപിക്കപ്പെടാവുന്ന അല്ലാത്ത സ്വസ്ഥാനമായ വൈകുണ്ഠത്തെ ഏതൊരു അവതാരത്തിലാണോ ഇങ്ങനെ ഉള്ളംകൈയിലെ നെല്ലിക്കുന്നതുപോലെ ഭക്തന്മാർക്ക് കാണിച്ചു കൊടുത്തത്, സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയായി ഇവിടെ വിളങ്ങുന്ന ഗോപാലരൂപിയായിരിക്കുന്ന നിന്തിരുവടി തന്നെ. ഹേ ഗുരുവായൂർ പുരേശ, എന്നെ ലോകങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ. പ്രകാശസ്വരൂപ, ആർക്കും എളുപ്പത്തിൽ പ്രാപിക്കപ്പെടാവുന്ന അല്ലാത്ത സ്വസ്ഥാനമായ വൈകുണ്ഠത്തെ യാതൊരു അവതാരത്തിലാണോ ഇങ്ങനെ ഉള്ളംകൈയിലെ നെല്ലിക്ക എന്നതുപോലെ ഭക്തന്മാർക്ക് കാണിച്ചു കൊടുത്തത്, സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയായി ഇവിടെ വിളങ്ങുന്ന ഗോപാലരൂപിയായിരിക്കുന്ന നിന്തിരുവടി തന്നെ. ഹേ ഗുരുവായൂർ പുരേശ, എന്നെ ലോകങ്ങളിൽ നിന്നും രക്ഷിച്ചരുളിയിടേണമേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഈ ദശകത്തിലെ 10 ശ്ലോകം ചേർത്ത് വായിക്കാം. 64ാമത്തെ ദശകം 1ാമത്തെ ശ്ലോകം തൊട്ട് 10ാമത്തെ ശ്ലോകം. ആലോക്യ ശൈലോധരണാദിരൂപം പ്രഭാവമുച്ചൈസ്തവഗോപലോകാഃ വിശ്വേശ്വരം താമേ അഭിവത്യ വിശ്വേ നന്ദം ഭവജ്ഞാതകമന്വപൃച്ഛൻ. ആലോക്യ ശൈലധോരണധീരൂപം പ്രഭാവമുച്ചൈസ്തവഗോപലോകാഃ വിശ്വേശ്വരം താമ അഭിവത്യ വിശ്വേ നന്ദം ഭവജ്ഞാതകമന്വപൃച്ഛൻ. ഗർഗാദിതോ നിർഗദിതോ നിജായ വർഗായ താതേന തവ പ്രഭാവഃ. പൂർവാദികസ്ത്വയ്യ രാഗയേഷാം യേഷാമൈദിഷ്ടതാവത് ബഹുമാനഭാരഃ. തതോപമാനോദിത തത്വബോധഃ സൂരാദിരാജസഹ ദിവ്യഗവ്യ. ഉഭേതതുഷ്ടാവസനഷ്ടഗർഭഃ ദൃഷ്ട്വാ പദാബ്ജം മണിമാലിനോ തേ. സ്നേഹസ്തൈസ്താം സുരവിപ്പയോഭിഃ ഗോവിന്ദനാമാങ്കിതവിഷുഞ്ചത ഐരാവതോപാഗ്രത ദിവ്യഗംഗാ. പാദോഭിരുന്ദ്രോഭി ജാതഹർഷഃ ജഗത്രയേശേ ത്വയിലോ ഗോകുലേശേ തദാഭിഷിക്തേ സതി ഗോപപാഠ. നാഗേവി വൈകുണ്ഠപദേഭ്യ ലഭ്യാം പ്രിയം പ്രവേദേ ഭവതേ പ്രവാദാത്. കഥാചിദന്തര്യമനം പ്രഭാതേ മുനം പ്രഭാതേ സ്നായൻ പിതാ വാരുണ പുരുഷേണ നീത സമാനദേ മുഖ പുരീം സമാനേതു മഹാപുരീം ത്വം സാംവാരുണീം കാരണമർത്യരൂപഃ സംസംഭ്രമം തേന ജലാധിപേന. പ്രഭൂജിതസ്ത്വം പ്രതിഗൃഹ്യമാദം ഉപാഗതത്തർഷണമാത്മഗേഹം പിതാ വദത്തചരിതം നിജേഭ്യ ഹരിം വിനിശ്ചിത്യ ഭവന്തമേതാൻ
भवत्पदालोकानबद्धदृष्टान् निरीक्ष्य विष्णो परमं पदं तत् दुरापमन्ये स्वमदीदृशस्तान् स्फुरत्परानन्द समप्रवाह प्रपूर्णकैवल्यमहावयोधौ चिरन्निमग्न गलुगोपसङ्गा त्वयैव ब्रूमन् पुनरुद्धृतास्ते करभदरवदेवं देवकर्त्रावतारे परमपदमनवाप्यं दर्शितं भक्तिभाजां तदिह पशुपरिजित्वां हि साक्षात्परात्मा पवनपुरनिवासिन् पाहि माम् अयोभ्यः। ओं नमो भगवते वासुदेवाय। ओं श्रीकृष्ण परमात्मने नमः।